ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന റോസപ്പൂവിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള റോസപ്പൂവും കൊണ്ട് ഒരു വിഷവും ഒന്നും അടിക്കാതെ നല്ല ശുദ്ധമായ രീതിയിൽ എങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് റോസപ്പൂ മാത്രം മതി റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് റോസപ്പൂ വേണം. അത് ഏത് കളറിലെ റോസപ്പൂ ആയാലും കുഴപ്പമില്ല. റോസോ റെഡോ ഏത് വേണേലും നമുക്ക് എടുക്കാം. അതിന്റെ എതള് മാത്രം നമുക്ക് എടുത്താൽ മതി. ഞാനിതൊരു 7 റോസപ്പൂവിന്റെ എതളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് റോസ് വാട്ടർ ആണെങ്കിൽ കുറച്ചാണെങ്കിലും മതി. അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടച്ചു വെക്കാം. നമുക്ക് ഇനി ഇത് നല്ലൊരു പാത്രം വെച്ച് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഈ വെള്ളം നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ വെള്ളം ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ആ റോസപ്പൂവിന്റെ ഏതളിലെ കളറെല്ലാം നന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ല റോസ് കളർ ആയിട്ടുണ്ട് ഇതിന്. ഇപ്പൊ ഇത് റെഡ് റോസപ്പൂ ആണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് അത് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. അത് ഒരെണ്ണം നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം. അപ്പൊ നമ്മുടെ റോസ് വാട്ടർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇതിന്. നമ്മള് റോസപ്പൂ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല റോസപ്പൂ ആയിരുന്നു. അതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ഇതിന്. യാതൊരു കെമിക്കലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിനും ഒരു കുഴപ്പവുമില്ല. അങ്ങനെ നമ്മുടെ റോസ് വാട്ടർ ഒരു ഗ്ലാസ് ജാറിനകത്ത് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല റോസപ്പൂവിന്റെ അതേ കളറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അതേപോലെ നല്ല സ്മെല്ലും ഇതിനുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് റോസ് വാട്ടർ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ റോസ് വാട്ടറിന്റെ ഗുണങ്ങളെ പറ്റി പറയുവാണെങ്കിൽ ഇത് നമുക്ക് നല്ലൊരു ടോണറായിട്ട് നമ്മുടെ ഫേസിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ റോസ് വാട്ടർ നമ്മുടെ മുഖത്ത് പുരട്ടിയിട്ട് കിടക്കുവാണെങ്കിൽ നമ്മുടെ പിമ്പിൾസ് അതുപോലെ മുഖത്തുണ്ടാകുന്ന പാടുകൾ അതെല്ലാം നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്ത് നമുക്ക് കളയണമെങ്കിൽ ഈ റോസ് വാട്ടർ അതിനു വേണ്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുത്ത റോസ് വാട്ടർ നമുക്ക് കോട്ടണില് കണ്ണില് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മൾ ഈ വെള്ളരിക്ക അതൊക്കെ വെച്ച് കഴിഞ്ഞ് ആ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു ഉപയോഗം എന്ന് പറഞ്ഞാല് നമ്മൾ കുളിക്കുന്ന വെള്ളത്തില് ലാസ്റ്റ് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് റോസ് വാട്ടർ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ ദേഹത്ത് ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നല്ല മണവും കിട്ടും. നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.